ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു വിപ്ലവകാരി ഉണ്ടാകുമോ എന്ന കാര്യം നമുക്കറിഞ്ഞുകൂടാ. കാരണം 30 വർഷം നീണ്ട കിടപ്പു ജീവിതമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും നിരാശയിലേക്ക് വീണു പോയിട്ടില്ല സഖാവ് പുഷ്പൻ. അദ്ദേഹത്തിന് ആകെ ഒറ്റ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വീണ്ടും ഈ സമരഭൂമികളിലേക്ക് അനീതിക്കെതിരെ പോരാടാൻ ഇറങ്ങാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം മാത്രമാണ് നിങ്ങളൊക്കെ ചെന്ന് കാണുമ്പോൾ, നേതാക്കളൊക്കെ ചെന്ന് കാണുമ്പോൾ ആ സഖാവ് പങ്കുവച്ചിരുന്നത്. അതായത് മനുഷ്യരാശിക്ക് വേണ്ടി, മനുഷ്യരാശിയുടെ വിമോചനത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ജീവിതം. അത് ആ ഒരു ജീവിതത്തിന്റെ പ്രസക്തി നാടിനപ്പുറത്തേക്ക് നീങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചേഗുവേരയുടെ മകൾ ഇവിടെ വരുമ്പോൾ, അലൈഡ ഗുവേര ഇന്ത്യയിലെത്തുമ്പോൾ എനിക്ക് കാണണമെന്ന് ആദ്യം പറഞ്ഞത് സഖാവ് പുഷ്പനെ കാണണമെന്നാണ്. പോരാളികൾ എല്ലാ നാട്ടിലും ഒരുപോലെയാണല്ലോ കുട്ടൻ. അസാധ്യമായൊരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആ മനുഷ്യൻ. മനു, ഇത്തരത്തിൽ CPIM-ന്റെ ദേശീയ നേതാക്കളൊക്കെ ആയിട്ട് വലിയ ബന്ധം സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ SRPF ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് വലിയ ബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്തരിച്ച കോടിയേരി, MV ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. അത് ബന്ധങ്ങൾ നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പോൾ ബ്യൂറോ തലം മുതൽ ഏറ്റവും താഴെയുള്ള ഘടകമായ ലോക്കൽ ബ്രാഞ്ച് ഘടകം വരെയുള്ള സഖാക്കളുമായി വലിയ ആത്മബന്ധം. അതോടൊപ്പം തന്നെ SFI സഖാക്കളുമായി, ബാലസംഘത്തിന്റെ കൂട്ടുകാരുമായി ഒരുപാട് ആൾക്കാർ, അതായത് നമ്മുടെ നാടുകളിൽ നിന്നും പല നാടുകളിൽ നിന്നുമൊക്കെ പുന്നപ്ര വയലാറിലേക്കൊക്കെ പോകുന്നത് പോലെ, കരിവള്ളൂരും കയ്യൂരും ഒക്കെ കാണാൻ പോകുന്നത് പോലെ പുഷ്പേട്ടനെ തേടി പുഷ്പേട്ടന്റെ വീട്ടിലേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ബാലസംഘത്തിന്റെ കൂട്ടുകാരുടെ ഒക്കെ യാത്രയൊക്കെ നേരെ പാനൂരിലേക്ക്, ചൊക്ലിയിലേക്കാണ് പുഷ്പേട്ടനെ കാണുന്നതിന് വേണ്ടി. അത്തരത്തിലൊരു അങ്ങനെ ഒരു തലമുറയാകെ ഒരു ഇൻസ്പയർ ചെയ്ത, സ്വാധീനിച്ച ലീഡറാണ് അദ്ദേഹം. ഇപ്പോൾ നന്ദിയിലെ പൊതുദർശനം കഴിഞ്ഞു, പയ്യോളിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ പയ്യോളിയിലാണ് എത്തി നിൽക്കുന്നത്. പയ്യോളിയിൽ ഇവിടെ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഭിവാദം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നേതാക്കന്മാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ തൊട്ട് പിറകെ തന്നെ ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസും എത്തും. പയ്യോളിയിൽ നേരത്തെ തന്നെ ആൾക്കാർ ഇവിടേക്ക് തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഇപ്പൊ പയ്യോളി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ വടകരയിലാണ്. വടകരയിൽ കഴിഞ്ഞാൽ പിന്നെ നാദാപുരം റോഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുകയാണല്ലേ കുട്ടൻ? അതേപോലെ അതാണ് അതിന്റെ ഒരു വൈകാരികത. കാരണം നാദാപുരം റോഡ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാസിയിലാണ്. മാസിയിൽ ജില്ലാ അതിർത്തിയിൽ വെച്ച് ജില്ലാ നേതാക്കളൊക്കെ, CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജില്ലാ അതിർത്തിയിലേക്ക് എത്തിച്ചേരും. MV ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിലാപയാത്രയുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് പയ്യോളിയിൽ കാണാം ആൾക്കാർ തടിച്ചുകൂടി CPIM-ന്റെ പതാകയും ഏന്തിക്കൊണ്ട് നിരവധി ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നന്ദിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പയ്യോളിയിലേക്ക് എത്തും. പയ്യോളി കഴിഞ്ഞാൽ വടകര കഴിഞ്ഞാൽ പിന്നീട് കണ്ണൂരാണ്. കണ്ണൂരിന്റെ ഒരു വൈകാരിക മുഹൂർത്തം, പുഷ്പേട്ടനെ അന്ത്യയാത്രയാകാനുള്ള ഒരു ഒരുക്കം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, CPIM-ന്റെ പ്രവർത്തകരൊക്കെ തലശ്ശേരിയിലേക്കും പാനൂരിലേക്കും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ ഇന്നലെ തന്നെ പലരും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. പലരും കണ്ണൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മനു.